मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ജോർദാറെ വിശക്കുന്നു, വല്ലതും കഴിക്കാൻ കൊണ്ടുവാ പ്ലീസ്. ആ ഇതോ കൊണ്ടുവരാം. ജോർദാറെ ഈ ബ്രെഡേ ഉള്ളോ? ആ ബഡ്ജറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നീ തന്നെ കഴിക്ക. എന്റെ അടുത്താണ് കളി. എന്താ ഒരു ശബ്ദം? ഒന്നുമില്ല മാഡം, ബന്നി തവളച്ചാട്ടത്തിനുള്ള പ്രാക്ടീസ് എടുക്കുകയാണ്. എനിക്ക് വയ്യ, ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ശരി, എന്നാ ഞാനിപ്പോ ഓഫീസിലേക്ക് പോവുകയാണ്. ഇന്ന് വൈകിട്ട് കന്നാ സാറിന്റെ മകളുടെ റിസപ്ഷന് നമ്മൾ എല്ലാവരും പോകണം. കന്നാ സാറിന് മകളും ഉണ്ടോ? പക്ഷെ അയാളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ കന്നയല്ല, എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജോഗീന്ദർ ഖന്നയുടെ മകളാ. എപ്പോഴാ? ഇന്ന് രാത്രി 8 മണിക്ക്. 8 മണി കഴിഞ്ഞല്ലോ. ദാ 8 കഴിഞ്ഞ് 8:30 എടാ, രാത്രി 8 മണിയുണ്ട്, മനസ്സിലായോ? നിങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തണം. ബൈ ബൈ. ബൈ. അപ്പൊ വെള്ളയപ്പം, ലഡ്ഡു, സമൂസ, പിന്നെ ഹൽവ അടിപൊളി തന്നെയാ. കേട്ടപ്പോ തന്നെ എനിക്ക് വിശക്കുവാ. ഞാൻ ഇന്ന് മുഴുവൻ ഒന്നും കഴിക്കില്ല. എങ്കിലേ രാത്രി ഒരുപാട് കഴിക്കാൻ പറ്റുള്ളൂ. അടിപൊളിയായിരിക്കും, സംശയമുണ്ടോ? ഒരു സംശയമില്ല. മണി ഇപ്പൊ 8:30 പക്ഷെ മാഡത്തെ കാണുന്നില്ലല്ലോ. എന്റെ വയറിനകത്ത് പുലി കടിക്കുന്ന പോലെ തോന്നുന്നു. ചുമ്മാ കള്ളം പറയല്ലേ. ഇത്ര ചെറിയ വയറിനകത്ത് പുലിക്ക് എങ്ങനെ വന്നിരുന്ന് കടിക്കാൻ പറ്റും? എടാ മണ്ട, വല്ലാതെ വിശക്കുമ്പോ സാധാരണയായിട്ട് പറയുന്നതാ. മാഡം വരാൻ ഇനി എത്ര സമയം എടുക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നമുക്ക് അകത്തേക്ക് പോയാലോ? എന്നിട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. കുറച്ച് കഴിയുമ്പോ മേഡം എത്തുമല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു, അകത്തേക്ക് ഗെറ്റ് ഔട്ട്. ഒരു കാര്യം പറഞ്ഞേക്ക, ക്ഷണിക്കാത്ത ആരെങ്കിലും അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവന്മാരെ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയേക്കണം. ഓരോ മാരേജിലും ഇവന്മാര് കാരണം എന്റെ എത്ര കാശ പോണെന്നറിയോ? ശരി മുതലാളി. അടിപൊളി, എല്ലാം കഴിക്കണം. ആഹാ, എന്ത് നല്ല മണമായത്. അതെ, ഈ പ്ലേറ്റിന് കയ്യിലെടുത്തോണ്ട് വരാൻ പറ്റില്ല, സംശയമുണ്ടോ? എങ്കിൽ തലയിലെടുത്തോണ്ട് വന്നേക്ക്. എന്റെ 10,000 രൂപയുടെ സാരി നശിപ്പിച്ചു. അവന്മാരെ പിടിക്കേ. ഓടിക്കോ ഓടിക്കോ, അല്ലെങ്കിൽ മേഡത്തിന്റെ വായിന്ന് ചീത്ത കേക്കേണ്ടി വരും. ഓടിക്കോ. ഹായ് ഹായ്. ആരുടെ ഗസ്റ്റാ നിങ്ങളെ? കന്യാ സാറിന്റെയാ, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമല്ലേ ഇന്ന്. അതെയോ? വിളിക്കാത്ത കല്യാണത്തിന് വന്നിരിക്കണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. പിടിക്കേ, നീ ഇതിലെ പോ. എങ്ങോട്ടാ ഓടുന്നേ? നിക്കവിടെ. നിക്കടാ അവിടെ. എന്റെ അമ്മേ, എന്നെ ഓടിക്കല്ലേ. എടാ നിക്കാൻ. നിക്കാനാ എനിക്ക് ഓടാൻ പറഞ്ഞത്. വയ്യ. ഒന്ന് നിക്ക് അവിടെ. മാറ്. എടാ നിക്ക്.
ഞാൻ എങ്ങോട്ട് ഓടും? നിക്കടാ അവിടെ. എവിടെ ഒളിക്കും? നിക്ക്. ആ ഈ മുറി കൊള്ളാലോ. എങ്ങോട്ടാ ഓടുന്നേ? അകത്തൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ. എന്റെ അമ്മോ, ഇവൻ പുറകെ തന്നെ ഉണ്ടല്ലോ. ആ. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. പന്നീർ അടിപൊളിയായിട്ടുണ്ട് മുതലാളി. എടാ മരമണ്ട, ആഹാരം എന്തോരം പാഴയെന്ന് കണ്ട നീയെ? മുതലാളി, വിളിക്കാതെ കല്യാണത്തിന് വന്ന ഏമ്മമാരെ ഞാൻ പിടിക്കുകയായിരുന്നു. അതെയോ? ആ മാന്യന്മാരാരണ്ടാ? 2 പൂച്ച, 1 ഡോഗി, 1 തത്ത. ചോദിച്ചോ പറയാ കന്നാ സാറിന്റെ മകളുടെ റിസപ്ഷന് വന്നേന്ന്. പക്ഷേ ഇത് വർമ്മ സാറിന്റെ മകളുടെ വിവാഹമല്ലേ? അതെയോ? എവിടെയുണ്ടാവുമാര്? അതാ പോകുന്ന ഒരുത്തൻ. നീ ആ തത്തേനെ പിടിക്കര. പൂച്ചയുടെ കാര്യം ഞാനേറ്റു. എവിടാമാരെ? നിക്കരവിടെ. എടാ അവിടെ നിക്കരവിടെ. നിന്നോട് അവിടെ നിക്കാൻ പറഞ്ഞത്. എന്നെ വെറുതെ ഓടിക്കുന്നിട്ട് എനിക്ക് പ്രഷറിലാണ്. നിക്കരവിടെ. നീ അത്രക്കാടാ. നിന്നെ ഇന്ന് വീടില്ല. നിക്കടാ. എന്നിട്ട് ഓടിക്കാതെ നിക്കരവിടെ. നീ എങ്ങടി പോണേ? എന്റെ അമ്മീ. നിക്കരവിടെ. ടൈം പ്ലീസ് തളർന്നു പോയി. ടൈം പ്ലീസ്. ഞാനും നിന്റെ മാതിരി തളർന്നു പോയടാപ്പാ. തണുത്ത വെള്ളാണല്ല. പിന്നമ്പുറത്ത് എന്താ സുഖം. എന്നെ പിടിക്കണമെങ്കിൽ നീ ഒന്നുകൂടെ വളരണം. സംശയമുണ്ടോ? ഞാൻ നന്നായിട്ട് കുടുങ്ങിയില്ല. ഇത് എങ്ങനെ സംഭവിച്ചേ? ഇനിയിപ്പൊ എന്തുട്ട് ചെയ്യാ? എങ്ങനെങ്കിലും പുറത്തു വരണല്ലോ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. പ്ലീസ്, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കേ പ്ലീസ്. പേടിക്കണ്ട സാർ, ഞാൻ പിടിച്ചിട്ടുണ്ട്. സാർ ബലമായിട്ട് വലിച്ചാ മതി. ബലമായിട്ട് വലിക്കേ. സോറി ടമച്ചി, അറിയാണ്ട് ഇടിച്ചു പോകാനട്ടാ. നന്ദിണ്ടനിയാ, ഒരുപാട് നന്ദിയുണ്ട്. വെൽക്കം സാർ. എന്റെ കൂട്ടുകാരിൽ ആരെങ്കിലും സാർ കണ്ടായിരുന്നോ? ആരാണത്? 2 പൂച്ചയും പിന്നെ ഒരു തത്തയും. നീ അവരുടെ കൂട്ടുകാരനാ? എന്തോരം ആഹാരം പാഴായി പോയെന്ന് അറിയോ നിനക്ക്? നിന്നെ ഞാൻ വെറുതെ വിടുന്നു വരുന്നുണ്ടാ. എടാടാ അവിടെ നിക്കാൻ. അവിടെ നിക്കറവിടെ. അതെ, എന്തിനാ ഞങ്ങളെങ്ങനെ ഓടിക്കുന്നേ? എന്തുകൊണ്ടാ ക്ഷണിക്കാത്ത കല്യാണത്തിന് നിങ്ങൾ വന്നിരിക്കണേ? അല്ല സാർ, കന്നാ സാർ ഞങ്ങളുടെ മാഡത്തിനെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. ഇതേ വർമ്മ സാറിന്റെ റിസപ്ഷൻ ആണ്. നിങ്ങൾ കഴിക്കണതിനേക്കാളും ആഹാരം മൊത്തം പാഴാക്കിയിരിക്കാണ്. ചേസിന്റെ ഇടയിൽ സംഭവിച്ചതാ, മനസ്സിലായോ? നിങ്ങൾ ഞങ്ങളെ ഓടിച്ചത് കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചോടിയത്. സോറി, ഞങ്ങൾ എന്തായാലും ഇനി ഇവിടെ ആഹാരം കഴിക്കുന്നില്ല. നിങ്ങൾ തന്നെ കഴിച്ചോ. ഞങ്ങൾ കന്നാ സാറിന്റെ റിസപ്ഷനിലേക്ക് പോവുക. ആരും തന്നെ ആഹാരം കഴിക്കരുത്. ആഹാരത്തിനകത്ത് വിഷം ചേർന്നിട്ടുണ്ട്. ആഹാരം ആരും കഴിക്കരുത്. താങ്ക് യു. നിങ്ങൾ ചെയ്ത തെറ്റ് കാരണമാണ് ആരും ആഹാരം കഴിക്കാതിരുന്നത്. അത് കാരണം വലിയൊരു അപകടം തന്നെ ഒഴിവായി. എന്റെ കാറ്ററിംഗ് സർവീസിന് വരായിരുന്ന ദുഷ്പേര് നിങ്ങൾ കാരണം മാറിക്കിട്ടി. താങ്ക് യു സോ മച്ച്. ശരി, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഇനി കന്നാ സാറിന്റെ റിസപ്ഷനൊക്കെ എവിടെ പോയി അന്വേഷിക്കാനാ? എടാ കഴുതേ, ആഹാരത്തിൽ വിഷമുണ്ടെന്ന്. വിഷം ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കഴിച്ചാ പോരെ? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game.
Available on Google Play.